ഹലോ ഗെയ്സ്. അപ്പം ഞാൻ ഇന്ന് നിങ്ങളോട് ഒരു കാര്യം കാണിക്കാനും കൂടിയിട്ടാണ് ഞാൻ അപ്പം എനിക്ക് വീഡിയോ ഒക്കെ എടുക്കണമെന്നുണ്ട്, പക്ഷേ എന്തോ എടുക്കും ഒന്നും ഐഡിയ ഇല്ല. അതുകൊണ്ട് ഞാനിങ്ങനെ ഒന്നും എടുക്കാതെ ഇങ്ങനെ എന്തോ എടുക്കും എന്നുള്ള ആലോചനയിലിരുന്നപ്പോഴാണ് എനിക്ക് പെട്ടെന്നൊരു ഐഡിയ കിട്ടിയത്. നമ്മൾ ഫ്രണ്ട്സുമായിട്ടിരുന്ന സമയത്ത് കുറേ പ്ലാൻസ് ഇട്ടിട്ടുണ്ട്, പക്ഷെ അതൊന്നും നടന്നിട്ടില്ല. അതിൽ ഞങ്ങൾ പോലും വിചാരിക്കാതെ നടന്നു പറഞ്ഞ ഒരു പ്ലാൻ ഉണ്ട്. അപ്പം അതിനെക്കുറിച്ച് പറയാം, അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളെ കാണിച്ചു തരാമെന്ന് കൂടെ വിചാരിച്ചു. അപ്പോൾ ഒരേ വൈബുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ്, ഒരേ ഭ്രാന്തുള്ള ഫ്രണ്ട്സ് ഒരു കയ്യബദ്ധം നാറ്റുകരുത് ചേരുമ്പോൾ അവിടെ കുറേ പ്ലാൻസ് നടക്കും, കുറേ ഡിസ്കഷൻസ് നടക്കും. അപ്പം അങ്ങനെ ഞങ്ങൾ പല പല കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും ഞങ്ങൾ സ്റ്റിൽ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. നടക്കത്തില്ലെന്ന് അറിയാമെങ്കിൽ പോലും ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നു. മേ ബി നടന്നാൽ നല്ലതല്ലേ, അതുകൊണ്ട് അങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ആദ്യം ഞങ്ങൾ ഒരു ആൻറ്റി ടാർണിഷ് ജുവലറി ബ്രാൻഡ് തുടങ്ങിയാലോ എന്ന് ആലോചിച്ച്. അങ്ങനെ ഞങ്ങൾ അതിനു വേണ്ടി ഞങ്ങൾ ഓൺ ക്യാഷ് സേവ് ചെയ്ത് ഞങ്ങൾ ഒരു ജുവലറി ബ്രാൻഡ് തുടങ്ങി. നിസാറാണെന്നാണ് ജുവലറി ബ്രാൻഡിൻ്റെ പേര്. ഞങ്ങൾ ഇൻസ്റ്റയിലുണ്ട്, എല്ലാവരും ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സാധനമൊക്കെ മേടിച്ച് അപ്പം ഞങ്ങളത് തുടങ്ങി. എന്നിട്ട് ആദ്യത്തെ തവണ ഞങ്ങൾ ഇതിൻ്റെ പർച്ചേസിന് പോയപ്പോൾ ഞങ്ങളുടെ മൈൻഡിലുണ്ടായിരുന്നു എന്തൊക്കെ സാധനം നമ്മൾ എടുക്കണം. ബ്രേസ്ലെറ്റ്, മാല, റിങ്, അങ്ങനെ ബാങ്കിൾ, ആൻറ്റി ടാർണിഷിൻ്റെ അങ്ങനത്തെ കുറേ സംഭവം എന്തൊക്കെ എടുക്കണമെന്നുള്ള ഐഡിയാസ് ഉണ്ടായിരുന്നു. എന്നിട്ട് ഞങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാം കൂടെ കണ്ടിട്ട് ഏതെടുക്കുമെന്നുള്ള സംശയമായിട്ട് ഞങ്ങളിങ്ങനെ നിൽക്കുന്നു. എന്നുവെച്ചാൽ ആദ്യമായിട്ട് ഇത്രയും നമ്മളൊരു ഹോൾസെയിൽ ആയിട്ട് ഇങ്ങനത്തെ സംഭവം എടുക്കുമ്പോൾ ഗേൾസ് ആകുമ്പോൾ ഈ ഓർണമെൻറ്റ്സിനോട് കുറച്ചുകൂടെ ക്രേസ് കൂടുതലായിരിക്കുമല്ലോ. ഞങ്ങളിവിടെ ചെന്നിട്ട് എല്ലാം കൂടെ ആ കട മൊത്തത്തിൽ ഞാൻ വാരി എടുത്തുകൊണ്ട് പോന്നാലോ എന്ന് വരെ ആലോചിച്ചു. പക്ഷേ പൈസയില്ല, അതുകൊണ്ട് മാത്രം ഞങ്ങൾ കട അവിടെ കൊടുത്തവർക്ക്. എന്നിട്ട് ഞങ്ങൾക്ക് പർച്ചേസിങ്ങിനാവട്ടെ ഒരുപാട് ടൈം പോയി. പർച്ചേസിങ് മാത്രം ഞങ്ങൾ ചെയ്തിട്ട് ഞങ്ങൾക്ക് ഒരുപാട് ടൈം പോയി. എന്ന് വെച്ചാൽ നല്ല രീതിയിൽ ടൈം പോയി. കാരണം എത്ര പീസ് എടുക്കണം, ഒരെണ്ണത്തിൻ്റെ എത്ര പീസ് എടുത്തിട്ട് വരണം, ഏതൊക്കെ ടൈപ്പ് എടുക്കണം, എങ്ങനെയൊക്കെ എടുക്കണം, അതൊന്നും അറിയത്തില്ല. അപ്പം ഞാനും അവളും ഒരു സെക്ഷനിൽ കയറി കഴിഞ്ഞപ്പോൾ റിങ്ങിൻ്റെ സെക്ഷനാണെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും ആ റിങ്ങിൻ്റെ സെക്ഷനിൽ തന്നെ നിൽക്കും. എന്നിട്ട് ഞങ്ങൾ എല്ലാ റിങ്ങും എടുത്ത് വെച്ച് നോക്കി. അങ്ങനെ ഒരു സെക്ഷനിൽ ഞങ്ങൾ രണ്ടുപേരും നിന്ന് കുറേ നേരം ടൈം പോയി. അപ്പം അന്ന് ഞങ്ങൾ പ്ലാൻ ചെയ്ത് ഇനി പോകുമ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒരാൾ റിങ് ആണ് നോക്കുന്നെങ്കിൽ ഒരാൾ ബാങ്കിൾ നോക്കണം. അങ്ങനെ ഞങ്ങൾ പ്ലാൻ ചെയ്ത്. അപ്പോൾ കുറച്ചുകൂടെ ടൈം എളുപ്പമായി. എന്നിട്ട് ആ ആൾക്ക് ഇഷ്ടപ്പെട്ടത് അവിടെ മാറ്റി വെക്കുക, സൈഡിൽ മാറ്റി വെക്കുക. എന്നിട്ട് മറ്റേ ആൾ എന്ന് വെച്ചാൽ ഇപ്പം ഞാൻ മുന്നേ റിങ് നോക്കുമായിരുന്നെങ്കിൽ എൻ്റെ കൂടെ വന്നവൾ ബാങ്കിൾ നോക്കുക. അത് കഴിഞ്ഞ് അവൾ ബാങ്കിൾ നോക്കുന്ന സമയത്ത് ഞാൻ റിങ് നോക്കും. അപ്പോൾ അവൾ നോക്കിയതും ഞാൻ നോക്കിയതും വെച്ചിട്ട് ഞാൻ കുറച്ച് ഇഷ്ടപ്പെട്ട സംഭവമാണല്ലോ, അതിനകത്ത് നിന്ന് ഏറ്റവും ലാസ്റ്റ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും കോമൺ ആയിട്ട് ഇഷ്ടപ്പെട്ടത് എടുക്കാം എന്നുള്ളൊരു പ്ലാൻ ചെയ്ത് പോയി. അതൊക്കെ കുറച്ചും കൂടെ നല്ലതായിരുന്നു. നമുക്ക് പെട്ടെന്ന് സാധനങ്ങളൊക്കെ എടുക്കാൻ പറ്റി. അപ്പം ഞങ്ങൾ ചെന്ന് നമുക്ക് ഇഷ്ടപ്പെട്ടത് നോക്കി അങ്ങനെ അങ്ങ് എടുക്കും. അപ്പം ഞങ്ങൾ റിങ്സ് നോക്കാൻ പോയ സമയത്ത് ആദ്യം ഞങ്ങൾ കുഞ്ഞ് റിങ്സ് എടുത്തത്. അപ്പോൾ ഞങ്ങൾ നോക്കിയപ്പോൾ ഇൻസ്റ്റയിലൊക്കെ ഭയങ്കര വൈറലായിട്ട് പോകുന്നത് മറ്റു വലിയ റിങ്സാണ്. ഞങ്ങൾ വിചാരിച്ചു അടുത്ത വട്ടം ഇത് പോയി എടുക്കണം. എന്നിട്ട് ഞങ്ങൾ അടുത്ത വട്ടം പോയിട്ട് ഞങ്ങൾ സാധനം എടുത്ത് ഭയങ്കര കോൺഫിഡൻസോടെ കൊണ്ടുവന്നേ. പക്ഷെ പിന്നെ ഞങ്ങൾക്ക് എടുത്തെടുത്ത് നോക്കുമ്പോൾ ഇത് പോകുമോ ഇല്ലയോ, ഇത് ഇത്രയും വലുതാരെങ്കിലും ഇടുമോ എന്നൊക്കെ ഉള്ളൊരു ഡൗട്ടുണ്ട്. എന്നാലും ഞങ്ങൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. പോവായിരിക്കും. ഇത്രയും ഇഷ്ടപ്പെടുന്ന ആരെങ്കിലും ഒക്കെ കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഉണ്ടെങ്കിൽ പറയുക, നിങ്ങൾ റിങ് തരുന്നതായിരിക്കും. അപ്പം ഞാൻ അതിനകത്തിൽ ഓരോരോ റിങ് നിങ്ങളെ കാണിച്ചു തരാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ ഇൻസ്റ്റയിലൊന്ന് മെസ്സേജ് ഇട്ടാൽ മതി. അഫോർഡബിൾ റേറ്റിന് എല്ലാം തരുന്നതായിരിക്കും. റേറ്റ് ഞാൻ കമൻറ്റിൽ പിൻ ചെയ്ത് വെച്ചേക്കാവ്. 1 പീസിൻ്റെ കണ്ടു. ഫസ്റ്റ് ഇതാണ്. എനിക്കിതിനെക്കുറിച്ച് കൂടുതൽ പറഞ്ഞു തരാമൊന്നും അറിയത്തില്ല, എന്നാലും ഇങ്ങനെ കാണിച്ചു തരാം. ഒരു മണ്ണിക്ക് ഒരു ഗോൾഡൻ കളറും താഴെ സിൽവർ കളറുമായിട്ട് വരുന്ന ഇങ്ങനെയാണ് എല്ലാം. ഞങ്ങൾ എടുത്ത ആ ഒരു ബോക്സ് മൊത്തം ഇങ്ങനത്തെ കൊണ്ടുപോവാണേ. പിന്നെ രണ്ടാമത് വരുന്നത്, പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. ഞങ്ങൾക്ക് കണ്ടിട്ട് ഒരുപാട് ഇഷ്ടപ്പെട്ട് ഞങ്ങളങ്ങനെ കണ്ടു ഇഷ്ടപ്പെട്ടു എടുത്തു. അടുത്തത് ഇതാണ്. ഇത് മറ്റേ ഇലയുടെ ടൈപ്പ്. ഇത് രണ്ടും മറ്റേ
എന്താ സിൽവർ ഗോൾഡ് അങ്ങനെ മിക്സാക്കി വരുന്നത്. പിന്നെ എനിക്ക് കുറച്ചും കൂടെ ഇതിനകത്തിൽ ഇഷ്ടപ്പെട്ടൊരു ഡിസൈൻ ഇതാണ്. ഇങ്ങനെ 2 സിൽവറിന് നടുക്ക് ഒരു ഗോൾഡ് വരുന്നത്. ഇത് നേരിട്ടാണ് അടിപൊളിയായി കേട്ടോ. ജസ്റ്റ് ഒരു വേവ് പോലൊക്കെ ഉണ്ട്, നല്ല രസമുണ്ടായിരുന്നു. ഇതും അടിപൊളിയാണ്. ആ സാധനം കൊള്ളാം, നല്ല ഹെവി ഐറ്റംസാണ്, നല്ല വെയിറ്റൊക്കെ ഉണ്ട്. ഇങ്ങനെ കാണിച്ചെന്ന് ഇന്നൊന്നും തീരത്തില്ല. അതുകൊണ്ട് ഞാൻ നമുക്ക് ഈ ബോക്സ് തന്നെ കാണിച്ചത്. കണ്ടു, ഓരോന്നിൻ്റെ 2 വീതമുണ്ടേ. കാണാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ലാസ്റ്റ് ഒരു ഫോട്ടോ, എല്ലാത്തിനും കൂടെ ഫോട്ടോ അറ്റാച്ച് ചെയ്ത് വെച്ചേക്കാം. നല്ല അടിപൊളിയാണ്, കാണുമ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട്. കുറച്ച് ഹെവി ആയിട്ട് ഇടാനൊക്കെ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ഇടാൻ പറ്റുന്ന സംഭവം, കുറച്ച് എസ്തെറ്റിക്കാണ്. അപ്പം ഇതല്ല, ഇതിൻ്റെ കുറേ ഞങ്ങൾ എടുത്ത് വെച്ച റിങ്സ് മാത്രമല്ല വേറെ കുറേ ഇരിപ്പുണ്ട്. അപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് വീഡിയോ ഒന്നും ഇടാനില്ലാത്തതുകൊണ്ട് എന്തെങ്കിലും എടുക്കണമല്ലോ എന്ന് തോന്നിയിട്ട് എടുത്തതാണ്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ എനിക്ക് മെസ്സേജ് അയക്കണേ.